ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ട്രക്ക് മോഡ് ഇറക്കിയിട്ടുണ്ട്. 40 ട്രക്ക് മോഡാണ് നമ്മളിപ്പോൾ ഇവിടെ ഇറക്കിയിട്ടുള്ളത്. ഞാൻ ആദ്യം വിചാരിച്ചത് ടാങ്കർ ട്രക്ക് ഇറക്കാമെന്നാണ്, പക്ഷെ അതെന്താ ഹിന്ദുസ്ഥാൻ പെട്രോളത്തിൻ്റെ ട്രക്ക് കിട്ടിയില്ല അത് രണ്ടും. അപ്പോൾ ഞാൻ ഈ ട്രക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ സൈറ്റിലാണുള്ളത്. സൈറ്റിൽ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ, ഇവിടെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ മരത്തടികളൊക്കെ കൊണ്ടുപോകാനായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ വന്നത് തന്നെ അതിനായിരുന്നു. അപ്പോൾ അത് തിരിച്ച് മരക്കടയിലേക്ക് കൊടുക്കാനാണ്. അപ്പോൾ ആ ഒരു ഓർഡറായിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. നമുക്കാദ്യം ഈ ട്രക്കിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് നോക്കാം. ഇൻറ്റീരിയർ പൊളിയായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതെ, 2 ഫാനും വെച്ചിട്ടുണ്ട് 2 സൈഡിലും, കണ്ടില്ലേ? അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഒക്കെ BS4 സ്റ്റിയറിംഗ് ആണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതേ കണ്ണാടി പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ വൈപ്പറൊക്കെ പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ണാടിയും 2 സൈഡത്തെയും പെർഫെക്റ്റ് ആണ്. നടുക്കിൽ തന്നെ എന്തോ ഒരു പടം വെച്ചിട്ടുണ്ട്. ആ കുപ്പിയുടെ അടുത്ത് ഒരു പടം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അത് നമ്മുടെ കർത്താവിൻ്റെ പടമാണെന്നാണ്. ആ പടം ഫുള്ളായിട്ട് ചെയ്യുന്നെങ്കിൽ മനസ്സിലായേനെ കർത്താവിനാവാനാ സാധ്യത. അപ്പം ഞാൻ അധികമൊന്നും പറയുന്നില്ല, നമുക്ക് ഒന്ന് പുറപ്പെടണം. നമുക്കാദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ മരക്കടയിൽ എത്തണം. അവിടെ എത്തിയ ശേഷം അവിടെ കുറേ ഡേ സിറ്റി വ്യൂ പോയിൻ്റ് ഒക്കെ കാണാനുണ്ട്. അത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഫോറസ്റ്റ് റൂട്ടിലാണ് നമ്മുടെ മരക്കട. അവിടെ വണ്ടി കയറ്റാനൊക്കെ സ്ഥലം ഉണ്ടാവും. ഈ വണ്ടിക്ക് പെട്രോൾ കുറവുണ്ട്. അപ്പോൾ പോകുന്ന വഴി നമുക്ക് പെട്രോൾ പമ്പിൽ കയറിയിട്ട് നമുക്ക് പെട്രോൾ അടിക്കണം. ആരില്ല, നമുക്ക് വേഗം ആ വഴി കൂടെ കിടക്കാം. ഇപ്പോൾ രാവിലെയാണ് നമ്മളിപ്പോൾ ഈ വഴിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഉച്ചയാണ് മുമ്പേ അവിടെ എത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സിറ്റിയുടെ വ്യൂ പോയിൻ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ എവിടെയും പെട്രോൾ പമ്പ് ഉണ്ടെങ്കിൽ പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. റൈറ്റ് സൈഡിലുണ്ട്. അങ്ങോട്ട് പോകാൻ വഴിയുണ്ടെങ്കിൽ വഴിയുണ്ട്. നമുക്ക് ഈ വഴി കൂടെ കിടന്ന് പോവാം. ഇതെന്തുവാ ഈ പെട്രോൾ ഉൾക്ക് നേരെ വെച്ചൂടെ എന്തിനാ ചിരിച്ചു വയ്ക്കുന്നത്? വണ്ടി ഓഫ് ചെയ്യുന്നു, പെട്രോൾ അടിക്കുന്നു, ഇതാ നമ്മൾ പോകുന്നു. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബ്ലോക്ക് വരാനാണ് സാധ്യത. കാരണം ഇത് നേരെയാണ് വെക്കണമെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇത് ചെരിച്ച് വയ്ക്കുമ്പോൾ ബ്ലോക്ക് കൂടുകയേ ചെയ്യുള്ളൂ. ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. ഇപ്പോൾ വണ്ടികളൊക്കെ ഇങ്ങനെ നിന്നാൽ പിന്നെ തിരിച്ച് പോകാൻ തന്നെ ഭയങ്കര പ്രയാസമായിരിക്കും. ഇത് കഴിഞ്ഞ് അടുത്ത വീഡിയോയിൽ വേറെ ട്രക്ക് മോഡും കൂടി ഉണ്ട്. 2 ട്രക്ക് മോഡ് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് കാറ്റൽ ട്രക്ക് മോഡാണ്, പിന്നെ മറ്റേ ട്രക്ക് മോഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് മറന്നു പോയതാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഈ വണ്ടിക്ക് സ്പീഡ് ഉണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കയറ്റിയ കാരണം ഇത്തിരി വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്തിരി സ്ലോ ആയിരിക്കും. ഏതായാലും ഞാൻ പരമാവധി സ്പീഡിൽ പോകാൻ ശ്രമിക്കാം. അതുകൊണ്ട് സ്പീഡിൽ പോകുമ്പോൾ ഇത് കുലുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും മാക്സിമം സ്പീഡിൽ പോവാം, പറ്റാവുന്ന സ്പീഡിൽ തന്നെ. പിന്നെ റെയിനി സീസണും കൂടി ഓണാക്കണം. കാരണം മഴയത്തും കൂടി പോവുകയാണെങ്കിൽ തന്നെ നല്ല രസമായിരിക്കും. അടുത്ത വീഡിയോയിൽ മഴയും കൂടി ചേർത്തിട്ടൊരു വീഡിയോ ഇട്ടാലോന്ന് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ പൊളിക്കും. മാത്രമല്ല രാത്രിയിലാണെങ്കിൽ പിന്നെ നല്ല സുഖമായിരിക്കും, രാത്രിത്തെ യാത്രയാണെങ്കിൽ. പക്ഷെ പകലാണെങ്കിൽ മഴ പെയ്യുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ കാണാൻ തന്നെ ഭയങ്കര പ്രയാസമായിരിക്കും.
പിന്നെ ഞാനിപ്പോൾ റെയിനി സീസണും കൂടി ഓണാക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ച വ്യൂ പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അത് ഓണാക്കാണ്ടിരുന്നത്. ഈ വോൾവോ ബസ് എന്താ പോവാത്ത? ചിലപ്പോൾ മുമ്പിലെങ്ങനെ വണ്ടികളുണ്ടാവും, അതാവും അതിന് പോകാൻ പറ്റാത്ത. ഇപ്പോൾ പോയി തുടങ്ങി. ഞാൻ പിന്നെ ഒരു കാര്യം കൂടിയും പറയാൻ വിട്ടുപോയി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കോളേജ് തുറക്കുന്ന കാര്യം. അതിന് ഈ മാസം തുറക്കില്ല, അടുത്ത മാസം തുറക്കുക. അതുവരെ ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ചേട്ടാ, എത്രയും പെട്ടെന്ന് എത്തിക്കിട്ടിയാൽ മതിയായിരുന്നു. ഈ ട്രാഫിക് കാരണം എത്താൻ ഇത്തിരി ലേറ്റ് ആവും. ശരിക്കും പറഞ്ഞാൽ ഈ ട്രക്കിനെ പറ്റിയ ഹോണൊന്ന് കണ്ടുപിടിക്കണം. ഈ ഹോൺ അതിനെ പറ്റിയ ഹോൺ തന്നെയാണ്, പക്ഷേ ഇതിലും ബെറ്റർ ആയിട്ടൊരു ഹോൺ ഏതായാലും കണ്ടുപിടിക്കേണ്ടി വരും. ട്രക്കിന് മാത്രമല്ല, ഈ ട്രാവലറിനൊക്കെ ഒരു ഹോൺ ഏതായാലും കണ്ടുപിടിക്കണം. അതിന് പറ്റിയൊരു ഹോൺ തന്നെ വേണം. അത് ഒന്ന് ഇറക്കിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ടീം KBR അല്ലെങ്കിൽ ടീം KBC കണ്ണൂരോ ഈ ഹോണൊന്ന് ഇറക്കി തന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇറക്കണമെന്നാണ് ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ട്രക്കിൻ്റെ മോഡും ട്രാവലറിൻ്റെ മോഡൊക്കെ വെച്ച് പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഹോണുകൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതൊക്കെ ബസ്സിൻ്റെ ഹോണുകളാണ്. പക്ഷെ ഞാനിപ്പോൾ അടിക്കുന്ന ഹോൺ ട്രക്കിനെ പറ്റിയ ഹോണാണ്, പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആവണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബസ് ട്രാൻസ്ഫോർമേഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നല്ല വീഡിയോയാ. ETS2 പോലെ തന്നെ ഈ ഗെയിമിലും ബസ് ഉണ്ടാക്കും തന്നെയാണ്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാരേജ് കൊണ്ട് ബസ്സൊക്കെ നോക്കിയിട്ട് അത് എടുത്തു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരാഴ്ചക്കകം ബസ് ഉണ്ടാക്കി കാണിക്കുന്നതൊന്നും അതിൽ അങ്ങനെ കാണിക്കില്ല. ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നതായിരിക്കും. അതാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഈ ക്യാബിനിലെ 2 സൈഡത്തെ ഫാനുകൾ നിങ്ങൾ കണ്ടോ? അതിൻ്റെ കളറ് നിങ്ങൾ ശ്രദ്ധിച്ചോ? യെല്ലോ കളറാണ്. ഇതുവരെയുള്ള വണ്ടികൾക്കൊന്നും ഞാനത് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു കളറായിട്ടുള്ള ഫാൻ ഞാൻ കാണുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്ഥലം അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് വഴിയും കൂടിയേ ഉള്ളൂ മരക്കടയിലേക്ക്. ഫ്ലൈ ഓവർ ബ്രിഡ്ജ് ഇതാ വരുന്നുണ്ട്. ട്രെയിനിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏതോ സൈഡിൽ ട്രെയിൻ പോകുന്നുണ്ടെന്നാണ്. ചെറുതായിട്ടാണ് സൗണ്ട് കേൾക്കുന്നത്. നിങ്ങൾ സൗണ്ടൊന്ന് കൂട്ടി നോക്കിയാൽ ട്രെയിനിൻ്റെ ഹോണിൻ്റെ സൗണ്ട്, അതുപോലെ തന്നെ ട്രെയിൻ പോകുന്ന സൗണ്ടൊക്കെ കേൾക്കും. ചേടേ, ഈ സ്റ്റാൻഡിൻ്റെ അടുത്ത് എപ്പോഴും ഗാനമേളയാണല്ലോ ഡേ. ഇതെന്തുവാണ്? എല്ലാവരും ക്രോസ് ദാ വരുന്നുണ്ട്. കുറച്ചും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ട്രെയിൻ പോകുന്നതൊന്നും കാണാമായിരുന്നു. കുഴപ്പമില്ല, സിറ്റിയുടെ വ്യൂ പോയിന്റിലാണെങ്കിൽ കാണാൻ പറ്റും ട്രെയിൻ പോണത്. അവിടെ ഏത് സമയത്തൊക്കെ ട്രെയിൻ പോണത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി പാലം കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ടേക്ക് പോയാൽ ഫോറസ്റ്റ് റൂട്ടിലേക്കായിരിക്കും ഇനി എത്താൻ പോകുന്നത്. അവിടെയാണ് മരക്കട. പിന്നെ അവിടെ വ്യൂ പോയിൻ്റ് ഉണ്ട്, സിറ്റിയുടെ വ്യൂ പോയിൻ്റ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ഹൈവേ ആണ്, ഫോറസ്റ്റ് റൂട്ടിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ റോഡ്. ലെഫ്റ്റ് സൈഡിൽ ഇത് റിവർ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പോയത് ഷിപ്പിൽ കൂടെയുള്ള വഴിയാണെന്നാ, ഷിപ്പിൽ പോകേണ്ട വഴിയാണെന്നാ. ഇതിൻ്റെ ഇടയിൽ ഷിപ്പും കണ്ടു. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഞാൻ ഈ സംസാരിക്കുന്ന ഇടയിൽ ഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു. ഞാനത് പറയേണ്ട ഇടയിൽ പറയാൻ വിട്ടുപോയതാണ് ഷിപ്പ് ഉണ്ടെന്നുള്ളത്, ഷിപ്പ് പോകുന്നുണ്ടെന്നുള്ളത്. ഹൈവേ ആയി, ഫോറസ്റ്റ് റൂട്ട് എത്താറായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ വീടുകളും പിന്നെ കടകളൊക്കെ കാണും. നമ്മുടെ സ്ഥലം എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ ഭയങ്കര സ്ലോ ആയിരിക്കും. കാരണം ഹൈവേ മാത്രമല്ല, ഹൈവേയിലാണെങ്കിൽ ഇത്തിരി സ്പീഡാക്കാം, പക്ഷേ വളവ് സൂക്ഷിക്കേണ്ടി വരും. റൈറ്റ് സൈഡിൽ നമ്മുടെ സിറ്റി ഇതാ കാണുന്നുണ്ട്. സൈഡിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും. അതാണ് സിറ്റിയുടെ വ്യൂ പോയിൻ്റ്. ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഫോട്ടോ എടുക്കാം.
അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതേ എത്തി, നമ്മുടെ സ്ഥലം അത് എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി നമുക്ക് ഒതുക്കിയിട്ടിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ ഇറക്കാനുള്ള രീതിയിലാക്കി വെക്കണം. നമുക്ക് കുറച്ച് മരത്തടികളാണ്, അവിടുത്തെ ആളുകളൊക്കെ വരണവരെ നമുക്ക് ആ സിറ്റും നോക്കി വെക്കാം. അങ്ങോട്ട് റിവേഴ്സ് എടുത്തിട്ട് പാർക്ക് ചെയ്യാം. നമുക്ക് ആ വണ്ടി ഇറങ്ങിയിട്ട് ആ സിറ്റിയുടെ വ്യൂ പോയിൻ്റ് കാണാം. അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ട്രക്കിൻ്റെ മോഡ് ഞാൻ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. പിന്നെ ഇവിടുന്ന് കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട്, കുറച്ചല്ല, വ്യൂ പോയിൻ്റാണ്. ദേ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കയറിയ സിറ്റി അടക്കം കാണാൻ പറ്റും. ഞാൻ എന്താ ഇപ്പോൾ കയറാം. എന്താ ദേ സിറ്റി അടക്കം എന്താ കാണാൻ പറ്റും, കണ്ടോ? ദേ കടലക്കം കാണുന്നുണ്ട്. ഇതാ ട്രെയിനും പോകുന്നുണ്ട്, കണ്ടോ? ട്രെയിൻ അടക്കം ദേ പോകുന്നുണ്ട്. വീടുകളും പിന്നെ റോഡൊക്കെ ദേ കാണുന്നുണ്ട് ശരിക്കും, കണ്ടോ? ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. ഏതായാലും സേവ് ചെയ്യാം. പിന്നെ അതെ അവിടെ ഒരു വ്യൂ പോയിൻ്റ് കാണുന്നുണ്ട്. ആദ്യം അവിടേക്ക് എത്തിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം, അതായിരിക്കും കുറച്ചും കൂടിയും ബെറ്റർ. നമുക്ക് ഉയരത്തിലേക്ക് കയറി പോവാം. ദേ വ്യൂ പോയിൻ്റ്, അതിൻ്റെ ഫോട്ടോയും കൂടി എടുക്കാം. അതും സേവ് ചെയ്തിട്ടുണ്ട്. നമ്മളിതേ മുകളിൽ കയറിയുണ്ട്, കണ്ടോ? കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങി നിൽക്കുകയാണെങ്കിൽ ഇത് പെർഫെക്റ്റാ. അതിൻ്റെ ഫോട്ടോയും കൂടി എടുക്കാം നമുക്ക്. അപ്പോൾ ഗൈസ്, നമ്മളിതാ വ്യൂ പോയിൻറ്റും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വീഡിയോന് ഇതോടെ നിർത്തുകയാണ്. കുറേ കാണിക്കണമെന്ന് തോന്നി കാണിച്ചു എന്നുള്ളൂ. നമ്മൾ കുറേ മുകളിൽ കയറിയിട്ടുണ്ട്, ക്ലൈംബ് ചെയ്ത് കയറിയതാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ക്ലൈമറ്റാണ് ഇവിടെ. നിൽക്കാനൊക്കെ ഭയങ്കര രസമായിരിക്കും, ഓരോ കാഴ്ചകളൊക്കെ കാണാനൊക്കെ. സിറ്റിയാണ്. ഇതേ ബ്രിഡ്ജൊക്കെ ഉണ്ട്. പിന്നെ എന്നാൽ ആദ്യം ഞാൻ ട്രെയിൻ പോകുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇറങ്ങിയേക്കാം. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.